ഒരു മാസത്തിലേറെയായി പശ്ചിമേഷ്യയിൽ നടക്കുന്ന സംഘർഷം ഉടനെ അവസാനിക്കുന്നതിൻ്റെ യാതൊരു ലക്ഷണങ്ങളും ഇപ്പോൾ കാണുന്നില്ല. ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രയേലും ഇറാനെതിരെ ഒരു വലിയ സംയുക്ത ആക്രമണം നടത്തി. അതിനുശേഷം ഇരുവശത്തു നിന്നും മിസൈലുകളുടെയും ഡ്രോണുകളുടെയും തുടർച്ചയായ ആക്രമണങ്ങളും ഉണ്ടായി. ഈ കഴിഞ്ഞ ഞായറാഴ്ച ഇറാനിയൻ ബാലിസ്റ്റിക് മിസൈലിൻ്റെ ഒരു ഭാഗം തെക്കൻ ഇസ്രയേലിൻ്റെ ഒരു കെമിക്കൽ ഫാക്ടറിയിൽ പതിക്കുകയും അവിടെ വലിയ തീപിടുത്തമുണ്ടാവുകയും ചെയ്തതോടെ ഈ സംഘർഷം പുതിയതും അതേസമയം അപകടകരവുമായ ഒരു വഴിത്തിരിവിലേക്ക് എത്തുകയാണ്. ബീർഷബ നഗരത്തിന് തെക്ക് ഭാഗത്തുള്ള നിയോട്ട് ഫോർവേഡ് വ്യാവസായിക മേഖലയിലാണ് ഇസ്രയേലിൻ്റെ കെമിക്കൽ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത്. കീടനാശിനികളും വിള സംരക്ഷണത്തിനായുള്ള രാസവസ്തുക്കളും നിർമ്മിക്കുന്ന അഡാമ കമ്പനിയുടെ മക്തഷിം പ്ലാന്റാണത്. ചൈനീസ് കമ്പനിയായ സിൻജെറ്റ് ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥതയിലുള്ള പ്ലാന്റിൽ ഇറാൻ അയച്ച മിസൈലിൻ്റെ ഒരു ഭാഗം പതിക്കുകയും കെമിക്കൽ ടാങ്കറുകൾക്ക് തീപിടിക്കുകയും ചെയ്തു. ഈ തീപിടുത്തമുണ്ടായ ഉടനെ തന്നെ വിഷപ്പുകയുടെ സാധ്യത കാരണം സമീപത്തുള്ള താമസക്കാർക്ക് വീടിനുള്ളിൽ തന്നെ തുടരാൻ ഇസ്രായേലി സൈന്യത്തിൻ്റെ ഹോം ഫ്രണ്ട് കമാൻഡ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ അഗ്നിശമന സേനാംഗങ്ങളും രക്ഷാപ്രവർത്തകരും ചേർന്ന് തീ നിയന്ത്രണ വിധേയമാക്കുകയും കേടായ കെമിക്കൽ ടാങ്കറുകൾ അടയ്ക്കുകയും ചെയ്തു. എന്നിരുന്നാലും വാതക ചോർച്ചയ്ക്കുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുകയാണ്. വാതക ചോർച്ച പ്രദേശം മുഴുവൻ വ്യാപിച്ചാൽ അത് വലിയൊരു ദുരന്തത്തിനു കൂടെ കാരണമാകും. ഫാക്ടറിയിലെ ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെ ഇറാൻ മറ്റൊരു മിസൈലും വിക്ഷേപിച്ചു. അത് ബീർഷബ നഗരത്തിലെ ഒരു തുറന്ന സ്ഥലത്താണ് വന്നു വീണത്. സ്ഫോടനം വളരെ ശക്തമായിരുന്നു. സമീപത്തുള്ള 100ഓളം വീടുകളുടെ ജനാലകൾ തകർന്നു വീണു. അവയിൽ പലതും വാസയോഗ്യമല്ലാത്ത അവസ്ഥയിലാകുകയും ചെയ്തു. മിസൈൽ സ്ഫോടനത്തിൻ്റെ അവശിഷ്ടങ്ങൾ 11 പേരെ ബാധിച്ചതായും ഗുരുതരമായ ആഘാതത്തിൽ 20 പേരെ ചികിത്സിച്ചതായും ഇസ്രയേലി ആംബുലൻസ് സർവീസായ മാഗൻ ഡേവിഡ് അഡോം പറയുന്നു. 31 പേരെയും സൊറോക്ക മെഡിക്കൽ സെൻ്ററിലേക്കാണ് കൊണ്ടുപോയത്. ഞായറാഴ്ച ഇറാൻ നടത്തിയത് 1-2 ആക്രമണമല്ല, ആകെ 8 മിസൈൽ ആക്രമണങ്ങളാണ് ഞായറാഴ്ച മാത്രം ഇറാൻ നടത്തിയത്. ജെറുസലേമിനെയും മധ്യ ഇസ്രയേലിനെയും ലക്ഷ്യം വെച്ചുള്ള ഇറാൻ്റെ ഒരു മിസൈൽ ആകാശത്ത് വെച്ച് ഇസ്രായേൽ സൈന്യം വെടിവെച്ച് വീഴ്ത്തി. കഴിഞ്ഞ ദിവസം പടിഞ്ഞാറൻ മധ്യ ഇറാനുകളിലായി 140-ലധികം മിസൈൽ കേന്ദ്രങ്ങൾ ആക്രമിച്ചുകൊണ്ട് ഇസ്രായേൽ വ്യോമസേന തിരിച്ചടിച്ചിരുന്നു. അതിൽ ഇറാൻ മിസൈലുകൾ വിക്ഷേപിക്കുന്ന സ്ഥലങ്ങളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വിന്യസിച്ചിരിക്കുന്ന സ്ഥലങ്ങളും ഉൾപ്പെടുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ യുദ്ധം 5ാമത്തെ ആഴ്ചയിലേക്ക് ഇപ്പോൾ കടന്നതിന് പിന്നാലെ തൻ്റെ പ്രിയപ്പെട്ട ലക്ഷ്യം കൂടെ വെളിപ്പെടുത്തുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനിലെ എണ്ണ കൈവശപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവെന്നും ടെഹ്റാനിലെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഖാർഗ് പിടിച്ചെടുക്കുമെന്നും ട്രംപ് ഇപ്പോൾ പറയുന്നു. ഫിനാൻഷ്യൽ ടൈംസിന് നൽകിയ ഒരു അഭിമുഖത്തിലാണ് ട്രംപിൻ്റെ ഈ വെളിപ്പെടുത്തൽ ഉണ്ടായത്. സത്യം പറഞ്ഞാൽ ഇറാനിലെ എണ്ണ വാങ്ങുന്നതാണ് എൻ്റെ പ്രിയപ്പെട്ട കാര്യം. പക്ഷേ അമേരിക്കയിലെ ചില മണ്ടന്മാർ പറയുന്നത് നിങ്ങൾ എന്തിനാണ് യുദ്ധം ചെയ്യുന്നത് എന്നാണ്. ഖാർഗ് ദ്വീപിലെ ഇറാൻ്റെ പ്രതിരോധത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർക്ക് യാതൊരു പ്രതിരോധവുമില്ലെന്ന് ഞാൻ കരുതുന്നു എന്നും വളരെ എളുപ്പത്തിൽ അത് പിടിച്ചെടുക്കാമെന്ന് കരുതുന്നു എന്നുമാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ മറുപടി.